അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ എനിക്ക് 24 വയസ്സാവും. ഈ 24 വയസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഈ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പകുതി കാര്യങ്ങളും വാസ് നെവർ ദാറ്റ് മച്ച് സീരിയസ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്നു. ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ് വാസ് സോ എക്സോസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ചെറുപ്പത്തിൽ വാല്യൂ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളിങ്ങനെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഈസിനെസ് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെറുപ്പം മുതൽ ഞാൻ വാല്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു 3 കാര്യങ്ങൾ ഞാൻ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ചെയ്യുന്നത് നിർത്തി തുടങ്ങി. ഈ 3 കാര്യങ്ങൾ ഞാൻ ലൈഫിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയെടുത്തുനിന്നാണ് എൻ്റെ സക്സസ്സും തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് തിങ് ഐ സ്റ്റോപ്പ് ഡൂയിങ് ഇൻ മൈ 20s ഈസ് നോട്ട് കെയറിങ് അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് നമ്മളൊരു ബുദ്ധി ഉറച്ച കാലം തൊട്ടിട്ട് നമ്മളൊരു ഇമാജിനറി ഓഡിയൻസിന്റെ ഒരു വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് നമുക്കൊരു കുറച്ച് വയസ്സ് നമുക്ക് എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി തുടങ്ങും. ഈ ഒരു സംഭവം ഞാനും ഒരുപാട് സമയം എടുത്തിട്ടാണ്. ഞാൻ എൻ്റെ ഒരു 2021 ആ ഒരു സമയത്തിലാണ് എനിക്കൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. മരിച്ചു എന്ന് തോന്നിയിട്ട് തിരിച്ചു വന്നിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുള്ളൂ. അതിന് മുന്നേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയും, നല്ലതായാലും ചീത്തയായാലും അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയും. ഇപ്പം എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അവരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഇനിയിപ്പം അവർക്കത് ഹേർട്ടാവോ, ഞാൻ ആരെങ്കിലും അപ്സെറ്റ് ആക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം ഞാൻ എൻ്റെ 20s നിർത്തി. ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു സംഭവം നമ്മൾ ചെയ്തത് ഭയങ്കര വേസ്റ്റ് ഓഫ് ലൈഫ് ആയിരുന്നു നമുക്ക് തോന്നും. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ബിസിയാണ്. പീപ്പിൾ ആർ ബിസി. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള പണി അവർക്കുണ്ട്. സോ നമ്മളെ കാര്യത്തിൽ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് നമ്മളുടെയും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഞാനും കുറേ ലേറ്റ് ആയിട്ടാണ് തിരിച്ചറിഞ്ഞതെങ്കിലും ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ റിയലൈസ്. ഏർലി ഏജിൽ നമ്മൾ റിയലൈസ് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു തോട്ട്. എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ ഞാനിപ്പോഴും ട്രസ്റ്റ് ചെയ്യും. വിശ്വാസമുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഞാനിപ്പോഴും കേൾക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്വൈസൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ പണ്ട് ചെയ്യുന്നതിൽ ഭയങ്കര ബോധേഡ് ആവാറില്ല. ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചിന്തിക്കും എന്നുള്ള ഒരു സംഭവത്തിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബോധേഡ് ആവാറില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളാണ് നമ്മളുടെ ലൈഫ് ജീവിച്ചു തീർക്കേണ്ടത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. ഓണസ്റ്റ്ലി യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. 20s നമ്മളത് റിയലൈസ് ചെയ്തിരിക്കണം. നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള ആൾക്കാർ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഇസ് സ്റ്റോപ്പിംഗ് വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് മീ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സോ why should I? So the second thing I just stopped doing in my 20s is നമ്മളുടെ 20s എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളുടെ നിന്ന് പോവും, ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. അത് ഭയങ്കര എന്താ പറയുക കോമൺ ആണ്. ആൻഡ് ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് നമ്മുടെ അടുത്ത് പോവും, ഒരുപാട് റിലേഷൻഷിപ്സ് കടന്നു വരും, എന്നിട്ട് പോവും. അതൊക്കെ പീപ്പിൾ കം ആൻഡ് ഗോ ഇൻ യുവർ 20s. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് I stopped chasing people. Like, it is very important to do that in your life. Like സ്റ്റോപ്പ് ചെയ്യുക. നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ ചേസ് ചെയ്യുന്നത്. നമ്മളെ വേണ്ടാത്തതെന്നല്ല, അതായത് നമ്മളൊന്നിനും ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ട്. നമ്മൾ ഒന്നിച്ച് വളർന്ന ആൾക്കാരായിരിക്കും, ഒന്നിച്ച് ഒരേ ബെഞ്ചിലുണ്ട്, ഒരേ പയലുറങ്ങിയുള്ള ആൾക്കാർ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ നമ്മൾ ലൈഫ് വരും, അപ്പോൾ നമുക്ക് ആൾക്കാർ പോവും, നമ്മുടെ അടുത്ത് പോവും, അവർ ബിസിയാവും, നമ്മൾ ബിസിയാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കും ലൈഫിൽ. സോ പോയ ആൾക്കാർ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് എനിക്ക് എന്താ കൂടുതൽ ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഇല്ലാത്തതെന്ന്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് പീപ്പിൾ. എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിലൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ അത്. ബിഗ് താങ്ക്സ് ടു ദോസ് റിലേഷൻഷിപ്സ്. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എത്രയും എഫേർട്ട് ഇട്ടാലും നമ്മളെ വേണ്ടാത്ത ആൾക്കാർ ഒരിക്കലും നമ്മുടെ അടുത്ത് നിൽക്കില്ല. സോ ഡു നോട്ട് ചേസ് പീപ്പിൾ. ഇപ്പം ആർക്കെങ്കിലും എൻ്റെ ലൈഫിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി മ്യൂച്വൽ. ഇപ്പം അവർക്ക് പോകണം, എൻ്റെ ലൈഫിൽ നിന്ന് പോകണം എന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഞാൻ സാഡാവും, ഓഫ് കോഴ്സ് സാഡാവും, അതുപോലെ മിസ് ചെയ്യും. പക്ഷേ
ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് ദം. ആൾക്കാർ എൻ്റെ ലൈഫിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബെഗ് ചെയ്യാൻ പോവില്ല. അത് നെവർ എവർ ഐ ഡു ദാറ്റ്. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ്. ആൻഡ് യു ഷുഡ് സ്റ്റോപ്പ് ദാറ്റ് ടു. അതായത് ആൾക്കാർ നമ്മളെ ലൈഫിൽ നിൽക്കണം എന്ന് വെച്ചിട്ട് ബെഗ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഡു നോട്ട് ചേസ് പീപ്പിൾ പ്ലീസ്. സോ ഐ തിങ്ക് ഇത് നമ്മളുടെ 20s നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദ തേർഡ് തിങ് ഈസ് ഐ സ്റ്റോപ്ഡ് കമ്പയറിങ് ടു അതർ പീപ്പിൾ. നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഫോണിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എനിക്ക് തീരെ പറ്റൂല. ലൈക്ക് ഫോണിലാണ് നമുക്ക് പറ്റൂല. അപ്പം നമ്മളെപ്പോഴും ഇൻസ്റ്റഗ്രാം, നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വല്ലാണ്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും ആൾക്കാരായിട്ട്. നമ്മളുടെ ലൈഫ് നമ്മൾ മറ്റുള്ള ആൾക്കാരായിട്ട് വല്ലാണ്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും അത് വരും. അത് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് മറ്റുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളത്. ഒരേ വയസ്സിലുള്ള നമ്മളുടെ ഒന്നിച്ച് പഠിച്ച ആൾക്കാർ, അവരൊക്കെ ആയിട്ട് നമ്മൾ ഒരേ പ്രൊഫഷനുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം തുടക്കുമ്പോൾ സഡൻലി അവർ നമ്മൾ പോകാൻ വിചാരിച്ചൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ വയസ്സിലുള്ള ആൾ കല്യാണം കഴിക്കുകയാണ്, അവർക്ക് കുട്ടി ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അവർ കാറ് വാങ്ങുന്നുണ്ട്, അവർ ബൈക്ക് വാങ്ങുന്നുണ്ട്, പുതിയ ബൈക്ക് വാങ്ങുന്നുണ്ട്, അവർക്ക് ഇത്ര സാലറി കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ കാണും ഇൻസ്റ്റാഗ്രാമിൽ. സോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നു. അപ്പം നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാണോ എന്ന് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ചെയ്യാണ്ടിരിക്കും. കാരണം മറ്റാൾക്കാരെ പോലെ എനിക്ക് പെർഫെക്റ്റ് ആവണം, മറ്റാൾക്കാർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം. എനിക്ക് കമ്പയർ ചെയ്തിട്ട് ഞാനിങ്ങനെ പീക്കിലെത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞാൻ ആയിട്ടുണ്ട്. ദിസ് ഈസ് സംതിങ് ഐ റിയലി വോണ്ട് ടു സ്റ്റോപ്പ്. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ഹാബിറ്റ്സും ഡിഫറെൻറ്റ് കൾച്ചറും ഡിഫറെൻറ്റ് എവറിത്തിങ് എൻവയോൺമെൻ്റ് ഒക്കെ നമ്മളുടെ ഡിഫറെൻ്റ് ആണ്. സോ നമ്മളൊരിക്കലും നമ്മളുടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ സ്റ്റെപ്പിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, നമുക്ക് പറ്റൂല. പക്ഷെ അത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് വരണം. ഞാനൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് പറ്റും. ലൈക്ക് compare ചെയ്തു I realized this and now my only competition is me. I'm only comparing myself to the yesterday's me. Compare ചെയ്യാണ്ടിരിക്കുക. I just stopped it and it gives so much peace. എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ എല്ലാം സോർട്ടായി കഴിഞ്ഞിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞിട്ട് മാത്രം ചില കാര്യങ്ങൾ ചെയ്യണം. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ട്രാവൽ പോകണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ സ്റ്റോപ്ഡ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. യൂട്യൂബ് ആയിക്കോട്ടെ, ഞാൻ ഒരുപാട് ഇങ്ങനെ പെർഫെക്റ്റ് ആവട്ടെ, ഒരു ടൈം വരട്ടെ, ഒരു ടൈം എനിക്ക് മോട്ടിവേഷൻ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ എൻ്റെ യൂട്യൂബ് പോലും ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാണ്ട് കൊണ്ടുനടന്നത്. ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ്, റിയലി ഐ റിഗ്രറ്റ് ഇറ്റ്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ടൈം എന്ന് വെച്ചിട്ട് ഒരു ടൈം ഇല്ല. ജസ്റ്റ് ഡു വാട്ട് എവർ യു വാണ്ട് വെൻ യു ആർ ഇൻ ദ തോട്ട്, ലൈക്ക് അപ്പം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ടൈമിങ്ങിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. I'm still learning all of this, but maybe that's what your 20s are for. Not having everything figured out, just slowly figuring out what you don't want anymore and making a little more room for the life you actually want. So if you are in your 20s too, I think you are doing okay. We are all figuring it out.